ഏതായാലും 2013 നവംബറിൽ ആം ആദ്മി പാർട്ടി ഇന്ത്യയിൽ നിന്ന് 20 കോടി രൂപ പിരിച്ചെടുത്തു. 2015 നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മറ്റൊരു 18 കോടി രൂപയും കൂടി ആം ആദ്മി പാർട്ടി പിരിച്ചെടുത്തു. ഡൽഹിക്കകത്ത് മാത്രമുള്ള ഒരു പാർട്ടി ആയിരുന്നു അന്ന് ഇത്, അല്ലെങ്കിൽ പഞ്ചാബിന്റെ കുറെ ഭാഗത്തും, അത്രയേ ഉള്ളൂ. എന്നാൽ സംഗതി ഇത്രയും പുരോഗമിച്ചപ്പോൾ തന്നെ പാർട്ടി ഔദ്യോഗികമായിട്ട് ആരംഭിക്കുന്നതിന് സ്ഥാപകരായി നിൽക്കുകയും 10 ദശലക്ഷം അമേരിക്കൻ ഡോളർ പാർട്ടിക്ക് സംഭാവന ചെയ്യുകയും ചെയ്ത പ്രശാന്ത് ഭൂഷൺ പാർട്ടി അംഗത്വം രാജിവെച്ചു, പാർട്ടി വിട്ടു. യോഗേന്ദ്ര യാദവ് എന്ന് പറയുന്ന മറ്റൊരു പൊതുപ്രവർത്തകനും രാജിവെച്ചു. പാർട്ടിയിൽ നിന്ന്, ആം ആദ്മി പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് സ്വരാജ് അഭിയാൻ എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് 2014 ആരംഭിച്ചു. ഇത് അതിന്റെ ഒരു ചരിത്രമാണ്. അതായത് തുടക്കത്തിൽ തന്നെ പൊട്ടലും ചീറ്റലും ഉണ്ടായി. ഈ പാർട്ടിയുടെ പോക്ക് ശരിയല്ല എന്നുള്ള നിലപാടില് അതിന്റെ സ്ഥാപക നേതാക്കൾ തന്നെ രാജിവെച്ച് തുടങ്ങി. പാർട്ടി ഉണ്ടായി, അധികാരത്തിലെത്തിയ ഉടൻ തന്നെ അത് മുതൽ ഇങ്ങോട്ട് പാർട്ടിയിൽ നിന്ന് ധാരാളം പേര് രാജിവെച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം 2024 ഏപ്രിലില് മന്ത്രി രാജ്കുമാർ ആനന്ദ്, സാമൂഹ്യക്ഷേമ മന്ത്രി, രാജിവെച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളും കേരളത്തിലെ ഒരു മീഡിയയും ചർച്ച ചെയ്യാതെ പോയ കാര്യമാണ്. ആം ആദ്മി പാർട്ടി പാവങ്ങളുടെ പാർട്ടിയാണെന്ന് പറയും, പേര് കേട്ടാൽ അങ്ങനെയാണ്. പക്ഷേ ഈ ആം ആദ്മി പാർട്ടിയില് നേതാക്കന്മാരില് ഒരൊറ്റ ദളിതനില്ല, ഒരൊറ്റ പിന്നോക്കക്കാരനില്ല. എംപിമാര്, മന്ത്രിമാര്, MLA മാര് മുതൽ കൗൺസിലർമാർ വരെയുള്ളവരെ എടുത്തു നോക്കിയാൽ അവിടെ ദളിതനില്ല, പട്ടികജാതിയില്ല, പട്ടികവർഗമില്ല, OBC ഇല്ല, പിന്നോക്കമില്ല. സമ്പൂർണ്ണ സവർണ മേധാവിത്വ പാർട്ടിയായിട്ടാണ് ഈ പാർട്ടി മുന്നോട്ട് പോകുന്നത്. എന്നാൽ 2014 മുതൽ 22 വരെയുള്ള പാർട്ടിയുടെ കണക്ക് പരിശോധിക്കുമ്പോൾ 7.08 കോടി രൂപ കാനഡ, അമേരിക്ക, അറബ് രാജ്യങ്ങൾ, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ, അതായത് EDയുടെ കയ്യിൽ കിട്ടിയ കണക്കനുസരിച്ച് 7.08 കോടി രൂപ കാനഡ, അമേരിക്ക, അറബ് രാജ്യങ്ങൾ, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഈ പണം വന്നിട്ടുണ്ട്. നമ്മൾ ഓർക്കണം, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്കകത്തുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇത്ര കോടാനുകോടി ഡോളർ വരുമ്പോൾ അതെന്തിനാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദീകരണം കൊടുക്കേണ്ടത് പാർട്ടിയുടെ ആവശ്യമാണ്. പക്ഷെ പാർട്ടി അത് നിഷേധിക്കുക. ഇതില് കാനഡയിൽ നിന്ന് പണം വരുമ്പോൾ ED കണ്ടെത്തിയത് ഒരേ പാസ്പോർട്ട്, ഒരേ ഇമെയിൽ ID, ഒരേ ക്രെഡിറ്റ് കാർഡ്, ഒരേ ഫോൺ നമ്പർ, ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്രയും രാജ്യങ്ങളിൽ നിന്നുള്ള പണം ആം ആദ്മി പാർട്ടി സ്വരൂപിച്ചത്. ഈ പണം വീതിച്ചെടുക്കുന്നത് സംബന്ധിച്ച് പാർട്ടി MLA മാർ തമ്മിൽ കടിപിടി കൂടുകയുണ്ടായി. അവർക്കിടയിൽ ഈ പണം വീതിക്കുന്നതിനെ സംബന്ധിച്ച് തർക്കങ്ങളും അടിപിടിയും ഉണ്ടായതായിട്ടും ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിനോടനുബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അഴിമതിക്കെതിരായിട്ട് മുന്നോട്ട് വന്ന ഈ പാർട്ടി മദ്യ നയം പോളിസി തിരുത്തിയതിന്റെ പേരിൽ 600 കോടി രൂപയുടെ നഷ്ടം സംസ്ഥാന സർക്കാരിന്, ഡൽഹി സർക്കാരിന് ഉണ്ടാക്കി എന്നുള്ള ആരോപണം നിലനിൽക്കുമ്പോൾ ഒട്ടും സുതാര്യതയും ജനാധിപത്യവും ഇല്ലാത്ത ഒരു സംവിധാനമാണ് ആം ആദ്മി പാർട്ടി എന്ന് അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് കാലിത്തീറ്റ കുംഭകോണ കേസിൽ ജയിലിലേക്ക് പോയ ബീഹാർ മുഖ്യമന്ത്രി ലാലു പ്രസാദ് ചെയ്തതുപോലെ തന്നെയാണ് ഇദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നത്. അന്ന് റാബ്രി ദേവിയെ അധികാരത്തിൽ എത്തിച്ചുകൊണ്ട് ഭാര്യയെ മുഖ്യമന്ത്രിയാക്കിയ ലാലുവിനെ പോലെ തന്നെ ഈ കേജ്രിവാളിന്റെ ഭാര്യ സുനിത കേജ്രിവാളിനെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തും സമര രംഗത്തും അണിനിരത്തിക്കൊണ്ട് തന്റെ പിൻഗാമി തന്റെ ഭാര്യയാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇവിടെയാണ് പാർട്ടിയിൽ പിളർപ്പ് ആരംഭിക്കുന്നത്. അതായത് ജനാധിപത്യവും അഴിമതി വിരുദ്ധതയും ഒക്കെ ഉയർത്തിപ്പിടിച്ച ഒരു വ്യക്തി ഏതൊക്കെ അഴിമതിക്കെതിരെയാണോ ശബ്ദമുയർത്തത് അതേ അഴിമതിയുടെ ആഴക്കയങ്ങളിൽ മുങ്ങി നിൽക്കുമ്പോൾ ആ നിമിഷം പോലും സ്ഥാനം രാജിവെക്കുകയോ അല്ലെങ്കിൽ രണ്ടാമനെ അധികാരമേൽപ്പിക്കുകയോ ചെയ്യാൻ തയ്യാറാവാതെ സ്വന്തം ഭാര്യയായ സുനിത കേജ്രിവാളിനെ പാർട്ടിയുടെയും സമരപരിപാടികളുടെയും മുൻനിരയിൽ പിടിച്ചു നിർത്തുമ്പോൾ ഈ പാർട്ടിയിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും ദാരുണവും ഭീകരവുമായ ചിത്രമാണ് രാജ്യസഭ MP ആയ സ്വാതി മാലിവാളിന് സ്വന്തം പാർട്ടി ഓഫീസിൽ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിടേണ്ടി വന്നത്. കേജ്രിവാളിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ബിഭവ് കുമാർ
അവരെ ഓഫീസിനകത്ത് വെച്ച് 11 തവണ മുഖത്തടിക്കുകയും നെഞ്ചത്തും വയറ്റത്തും ചവിട്ടുകയും ചെയ്ത് അങ്ങനെ കൃത്യമായി അവരെ FIR-ൽ മൊഴി കൊടുത്തിട്ടുള്ള ഒരു ക്രിമിനൽ കേസ് നിൽക്കുന്നു. വിഭവ് കുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിരിക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്നാൽ ഇതിന് തൊട്ടു മുമ്പ് സംഭവിച്ച കാര്യം, സ്വാതി മാലിവാളിന് ഈ ഒരു ദുര്യോഗം ഉണ്ടാവാൻ കാരണം എന്താണ്? അവരുടെ രാജ്യസഭാ സീറ്റ് രാജിവെച്ച് കോൺഗ്രസ്സുകാരനായിട്ടുള്ള വക്കീൽ, അതായത് ഈ പറഞ്ഞ കേജ്രിവാളിന്റെ വക്കീലിന് ഫീസ് കൊടുക്കുന്നത് പോലെ ഈ രാജ്യസഭാ സീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ സ്വാതി മാലിവാൾ അത് അംഗീകരിച്ചില്ല എന്നുള്ളിടത്താണ് അവർക്ക് ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നത്. അവരത് തുറന്നു പറഞ്ഞത്. പക്ഷേ ഇത് ഏതാനും ചില വ്യക്തികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. നാളിതുവരെ പാർട്ടിയിൽ നിന്ന് ധാരാളം പേര് രാജിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ ശാന്തി ഭൂഷൺ, അദ്ദേഹത്തിന്റെ മകൻ പ്രശാന്തി ഭൂഷൺ, യോഗേന്ദ്ര യാദവ്, മയങ്ക് ഗാന്ധി, അഞ്ജലി ദമാനിയ, സുഭാഷ് വാരെ, ആനന്ദ് കുമാർ, കുമാർ വിശ്വാസ്, സുഖപാൽ സിംഗ് ഖരിയ, ഭൂപത് ഭയ്യാനി, പീയൂഷ് പട്ടേൽ, രാജേഷ് പിപ്ല, പ്രഫുൽ വാസവ, ആശുതോഷ് എന്നിങ്ങനെ പാർട്ടിയുടെ സ്ഥാപകരായിട്ടുള്ളവരും പാർട്ടിയിലെ MLA-മാരും മന്ത്രിമാരും MP-മാരായിരുന്നിട്ടുള്ളവരും അങ്ങനെ ഉന്നതന്മാരായിട്ടുള്ള നേതാക്കൾ അവരാണ് രാജിവെച്ച് പുറത്തു പോയത്. അങ്ങനെ രാജിവെച്ച് പുറത്തു പോകുന്നു എന്നുള്ള ഭംഗിവാക്ക് പറയുമ്പോഴും ഇവരിൽ പലരും സൂചിപ്പിച്ചത് ഞങ്ങളെ ചവിട്ടി പുറത്താക്കി, കേജ്രിവാളിന്റെ ഏകാധിപത്യം അംഗീകരിക്കാൻ കഴിയില്ലാതെ വന്നപ്പോൾ പാർട്ടിയിലെ അധികാര ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളെ ചവിട്ടി പുറത്താക്കുകയായിരുന്നു, നിർവാഹമില്ലാതെയാണ് രാജിവെക്കേണ്ടി വന്നത് എന്നാണ് പറയുന്നത്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഏതൊക്കെ ആദർശത്തിന്റെ പേരിലാണോ ഇന്ത്യ എഗൈൻസ്റ്റ് കറപ്ഷൻ എന്ന് പറയുന്ന പ്രസ്ഥാനം ആം ആദ്മി പാർട്ടിയായി മാറിയത്, ആ ആദർശത്തെ പരിപൂർണമായും കൊന്നു കുഴിച്ചു മൂടിയിട്ട് അഴിമതിയിൽ ആറാടി നിൽക്കുകയും അന്താരാഷ്ട്ര സഹായം സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യക്കകത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈ പ്രസ്ഥാനം ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നീങ്ങുകയാണ് എന്ന് മനസ്സിലാക്കുന്നവർ കാര്യമായി ചിന്തിക്കുന്നുണ്ട്. ഈ പാർട്ടിയെ അരവിന്ദ് കെജ്രിവാളിന്റെ സ്വകാര്യ സ്വത്തായി അധപ്പതിപ്പിക്കണോ? ഇതിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് 2 സംസ്ഥാനങ്ങളുടെ ഭരണം ഏൽപ്പിച്ചു കൊടുത്ത ജനങ്ങളോടൊപ്പം നിൽക്കണമോ? അപ്പൊ അരവിന്ദ് കെജ്രിവാളിനോടൊപ്പം നിൽക്കുന്നവരും ജനങ്ങളോടൊപ്പം നിൽക്കുന്നവരും, അതായത് ആം ആദ്മിയോടൊപ്പം നിൽക്കുന്നവരും എന്ന 2 വിഭാഗമായി ഈ ജനങ്ങൾ ഇപ്പോൾ വേർതിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിയിലെ പ്രവർത്തകർ വേർതിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ ആദ്യം ഉണ്ടാകുന്നത് ആം ആദ്മി പാർട്ടിയുടെ പിളർപ്പായിരിക്കും എന്ന കാര്യത്തിൽ വളരെ ഉറപ്പുണ്ട്.